ഉദ്ഘാടനം കഴിഞ്ഞെങ്കിലും പ്രവർത്തനം തുടങ്ങാതെ മട്ടന്നൂരിലെ റവന്യൂ ടവർ. വിവിധയിടങ്ങളിലായി കിടക്കുന്ന 15 സർക്കാർ സ്ഥാപനങ്ങൾ ജനങ്ങളുടെ സൗകര്യാർത്ഥം ഒറ്റയിടത്തേക്ക് എത്തിക്കുകയെന്നതായിരുന്നു സർക്കാരിന്റെ ലക്ഷ്യം. അതിനായാണ് മട്ടന്നൂരിൽ റവന്യൂ ടവർ എന്ന പേരിൽ ഒരു പടുകൂറ്റൻ കെട്ടിടം പണി കഴിപ്പിച്ചത്. പക്ഷേ 15 എണ്ണം പോയിട്ട് ഒരു സർക്കാർ ഓഫീസ് പോലും ഇനിയും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. 2019 ഒക്ടോബറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് റവന്യൂ ടവറിന് തറക്കല്ലിട്ടത്. 2024 ഫെബ്രുവരിയിൽ റവന്യൂ മന്ത്രി നേരിട്ടെത്തി റവന്യൂ ടവർ ഉദ്ഘാടനം ചെയ്തു. പിന്നീട് 2025 മാർച്ചായിട്ടും ഒറ്റ സർക്കാർ സ്ഥാപനം പോലും ഇവിടെ പ്രവർത്തനം ആരംഭിച്ചില്ല. മട്ടന്നൂരിന്റെ പലയിടങ്ങളിലായി ചിതറിക്കിടക്കുന്ന 15 സർക്കാർ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിലാക്കാൻ ലക്ഷ്യമിട്ട് പണിത ഈ കെട്ടിടത്തിന് സംസ്ഥാന സർക്കാരിന്റെ വികസനത്തിന്റെ തലയെടുപ്പോടെ അനാഥമായി റോഡരികിൽ നിലകൊള്ളാനേ ആകുന്നുള്ളൂ. കിഫ്ബി സഹായത്തോടെ 34.30 കോടിയോളം രൂപ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം ഉദ്യോഗസ്ഥരെയും ജനങ്ങളെയും കാത്തുകിടക്കുകയാണ്. 3 ഏക്കർ സ്ഥലത്ത് 5 നിലകളിലായി 5234 ചതുരശ്ര മീറ്ററിലായാണ് റവന്യൂ ടവർ നിർമ്മിച്ചിട്ടുള്ളത്. ഒന്നാം നിലയിൽ AE ഓഫീസ്, SSA, BRC, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്, ഫുഡ് ആൻഡ് സേഫ്റ്റി ഓഫീസ്, ലീഗൽ മെട്രോളജി ഓഫീസ് എന്നിവയ്ക്കും രണ്ടാം നിലയിൽ ICDS ഓഫീസ്, കിൻഫ്ര ലാൻഡ് അക്വിസിഷൻ ഓഫീസ്, മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ്, മട്ടന്നൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് എന്നിവയും മൂന്നാം നിലയിൽ വിമാനത്താവള ലാൻഡ് അക്വിസിഷൻ ഓഫീസ്, RTO എൻഫോഴ്സ്മെന്റ് ഓഫീസ്, പഴശ്ശി ഇറിഗേഷൻ, വെക്ടർ കൺട്രോൾ ഓഫീസ്, ആർക്കിയോളജി ഓഫീസ്, മൈനർ ഇറിഗേഷൻ ഓഫീസ് എന്നിവയ്ക്കുമാണ് റവന്യൂ ടവറിൽ പ്രവർത്തനാനുമതി ലഭിച്ചത്. ഇതിലെ ഓരോ ഓഫീസുകൾക്കുമുള്ള ഫർണിഷിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണം. അതിന് ഓരോ വകുപ്പിനും പ്രത്യേകം പണം വേണം. എന്നാൽ അനുമതി ലഭിച്ച ഓഫീസുകളിൽ പലതിനും റവന്യൂ ടവറിലേക്ക് മാറി പ്രവർത്തിക്കാൻ ആവശ്യമായ ഫണ്ട് ലഭ്യമല്ലെന്നാണ് അറിയുന്നത്. ഉടൻ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ റവന്യൂ ടവറിലേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ട നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.